ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. സമയം ഒരു 4 മണിയായിട്ട് ഒരു കാപ്പി കുടിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പേര് അഖിൽ. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു അക്കുന്ന് വിളിക്കും. നാട്ടിൽ പെരുമ്പാവൂർ. ഇപ്പോൾ കാനഡയിൽ ഒരു 6 കൊല്ലമായിട്ട് സെറ്റിലായി. +2 കഴിഞ്ഞിട്ട് വന്നു, കുറേ ജോലികളൊക്കെ ചെയ്തു. ഇപ്പോൾ ഹിൻറ്റൺ ആൽബർട്ട എന്ന് പറഞ്ഞ കുഞ്ഞൊരു ടൗണിൽ സെറ്റിൽഡ് ആയിട്ട് കുറച്ച് നാളായി. ഞാൻ ചോദിച്ചു കാപ്പി ക്ലാസ് പോയി. അപ്പം ഞാനിന്നൊരു യൂട്യൂബ് ചാനൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കോണ്ടന്റ് ക്രിയേഷൻ കുറേ നാളായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം. ഇപ്പം ആക്ച്വലി യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലുള്ള എല്ലാവർക്കും മസ്റ്റായിട്ട് വേണ്ട കാറ് പോലത്തെ ഒരു സാധനമാണ് യൂട്യൂബ് ചാനൽ. പക്ഷെ ഇപ്പം എൻ്റെ ചാനൽ അങ്ങനെയല്ല. ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് പോലെ തന്നെ ഗ്രോസറി ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ ചാനലിൽ ഉണ്ടാവാറില്ല. അപ്പം ചാനൽ ആലോചിച്ചപ്പോൾ തുടങ്ങി തന്നെ പറഞ്ഞു ഇപ്പം എല്ലാവർക്കും ചാനൽ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഒരു ചാനൽ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ അങ്ങനെ ആയിരിക്കില്ല. ഞാൻ എങ്ങനെയാണോ അതാണ് എൻ്റെ ചാനൽ റിസംബ്ലൻസ് ചെയ്യുക. ഐ എം എ ഗൈ ലൈക്ക് നമ്മളിപ്പോൾ എന്നെ പറ്റി ഡിഫൈൻ ചെയ്ത് ഞാൻ കുറച്ചും കൂടിയും ഭയങ്കര ലൗഡായിട്ടുള്ള, എവിടെ പോയാലും ഇവന് ഏതളവൻ എന്ന് ആൾക്കാർ എന്നെ സ്റ്റെയർ ചെയ്യുന്ന അങ്ങനത്തെ ക്യാരക്ടറുള്ള ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ അറിഞ്ഞൂടാ, മിണ്ടാണ്ട് ഒരു മൂലയിൽ ഇരിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ഭയങ്കര ഇച്ചിരി ഓവർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എൻ്റെ വീഡിയോനെ പറ്റി അല്ലെങ്കിൽ എൻ്റെ ചാനലിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ദിവസം വൈകുന്നേരം ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഡേ കഴിഞ്ഞു, നേരെ വീട്ടിൽ വന്നു, ഒരു ചിൽഡ് ബിയർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു, പൊട്ടിച്ചു, ഒരു സിപ്പ് ചെയ്തു, യൂട്യൂബ് ഓണാക്കി, ചാനൽ വെച്ചു. ഇന്നെന്താണോ അവൻ കാണിക്കാൻ പോണെന്ന് കുറച്ച് നേരം ചാനലിലോട്ട് നോക്കിയിരുന്നു, കുറച്ച് നേരം വീഡിയോ കണ്ടു, നിങ്ങൾ കുറച്ച് ചിരിച്ചു, സന്തോഷിച്ചു. ആ ഹെക്റ്റിക് ഡേ മറന്നുപോയി, നാട്ടിലേക്ക് അയക്കേണ്ട പൈസയുടെ കാര്യം മറന്നുപോയി, കുറച്ച് EMIയുടെ കാര്യം മറന്നുപോയി, മോർഗേജിൻ്റെ കാര്യം മറന്നുപോയി, ഇങ്ങനത്തെ കാര്യങ്ങൾ, കാറിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യം മറന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്ന് ഒരു 10-12 മിനിറ്റ് എൻജോയ് ചെയ്യുക, TV കാണുക, ചില്ല് ചെയ്യുക, ആ ഡേ എൻജോയ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നൊരു അഡ്വൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നൊരു ഹോപ്പ്. അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ചാനലിൽ ഓക്കെ കുക്കിംഗ് കണ്ടു, ടെക് അങ്ങനത്തെ ഒന്നും എൻ്റെ ചാനലിൽ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ബിക്കോസ് ഞാൻ അങ്ങനെയൊന്നും കുക്കിങ്ങിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അടിസ്ഥാനപരമായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് എൻ്റർടൈൻമെൻറ്റ്. ഒരു ടാഗ് ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സമ്മറി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മൈ ചാനൽ ഈസ് നോട്ട് അബൌട്ട് ടെക്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫാഷൻ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫുഡ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രാവൽ, ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് എൻ്റർടൈൻമെൻറ്റ്. വരിക, കാണുക, എൻ്റർടൈൻഡ് ആവുക, തിരിച്ചു പോവുക. എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ വീഡിയോ ഒരാൾ സെക്കൻഡ് ടൈം വന്ന് കാണാൻ ചാൻസസ് എന്തോരമാണ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു പ്രാവശ്യം കണ്ടു, തിരിച്ചു പോയി. അപ്പോൾ അതാണ് ചാനലിനെ പറ്റി. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ നമ്മുടെ കുറച്ച് നാളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്കിതൊരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഒരു ഫൺ അല്ലെങ്കിൽ ഒരു ഹോബി അങ്ങനത്തെ ഒരു കാര്യമില്ല. ലൈഫിലോ കുറച്ച് ഒരു 5-8 കൊല്ലം അല്ലെങ്കിൽ ഒരു കുറച്ചധികം നാളത്തേക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ലൈഫിനെ ഇതിൻ്റെ ഒരു പാർട്ട് പോലെ കൊണ്ട് നടക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ആഗ്രഹമുണ്ട്. സോ എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുന്നവർ ഒട്ടുമിക്കവരും എൻ്റെ ഫ്രണ്ട്സും നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ, ഇഫ് യു ഗൈസ് ആർ ഫൈൻ, ഇഫ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക, വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക, നല്ല കമൻസ് ഇടുക ഇഫ് യു ലൈക്ക് ഇറ്റ്. ചീത്തയാണ് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഗോ ഹെഡ്, കമൻറ്റ് ബോക്സിൽ പോയി 2 തെറി വിളിക്കുക, എന്നെ റീഫൈൻഡ് ആക്കുക. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഹെൽപ്സ് എ ലോട്ട്. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. നല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക, നല്ല സപ്പോർട്ട് ചെയ്യുക, മെസ്സേജ് അയക്കുക. അക്കു വീഡിയോ അടിപൊളിയായിരുന്നു, നൈസായിരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ അക്കു വീഡിയോ അത്ര പോരായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുമെന്ന് ഞാൻ തോന്നുന്നില്ല. എനിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കാണിക്കാൻ പറ്റിയൊരു കണ്ടന്റാണ്, നമുക്ക് ഇതിനകത്ത് ദർ ഈസ് സംതിങ് ഇൻ ഇറ്റ് എന്ന് തോന്നിയാൽ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ചാനലിനെ പറ്റി. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ സംസാരിക്കുമ്പോഴും ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണല്ലോ. ഇനി എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് ഗോ ഫോർ ദ നെയിം ഓഫ് ദ ചാനൽ. നമുക്കൊരു ചെറിയൊരു ലോഞ്ച് പോലെ നടത്താം. ഒരു 50K 100K ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കുറച്ചുകൂടെ എലഗൻ്റ് ആയിട്ട് നമുക്ക് വേറൊരു രീതിയിലൊക്കെ നടത്തിയത്. ഇപ്പം ലെറ്റ്സ് കീപ്പ് ഇറ്റ് സിമ്പിൾ. ചാനലിൻ്റെ പേര് ഇവിടെ വരും. കുറേ നാളായിട്ട് ഞാൻ ആലോചിച്ചിരുന്നൊരു പേരാണ്. എൻ്റെ നെയിം ഈസ് എക്സ്ട്രോവേർട്ട് മല്ലു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ എന്തായിരിക്കും, ഞാൻ എങ്ങനെയാണ്, എന്താണ് ചാനലിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന്. എൻ്റെ സ്വഭാവവും ആ കളേഴ്സും കറക്റ്റാണ്. ബിക്കോസ് ഞാൻ പേഴ്സണലി ഇങ്ങനെ യെല്ലോ റെഡ് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇച്ചിരി ലൗഡായിട്ടുള്ള. ഇതിനെ ഡിസൈൻ ചെയ്തത് ഗിഫ്റ്റ് ആണ് കേട്ടോ.
എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗിഫ്റ്റി. ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ആക്ച്വലി ഗിഫ്റ്റിയാണ്. ഞാൻ ഗിഫ്റ്റിനെ പറ്റി എല്ലാ വീഡിയോസിലും ഇടയ്ക്കിടയ്ക്ക് പറയാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഗിഫ്റ്റി നമ്മുടെ സന്നദ്ധ സഹചാരിയാണ്. വേറെ സന്നദ്ധ സഹചാരി കൂടെ ഉണ്ട്, കോക്കോ. പുള്ളിക്കാരിനെ ഇവിടെ ഇച്ചിരി നേരം മുന്നേ കണ്ടായിരുന്നു, ഇപ്പൊ കാണില്ല. വീഡിയോസിൽ വരാണെങ്കിൽ കാണും. സോ എക്സ്ട്രോവേർട്ട് മല്ലോ ആ ആറൊക്കെ ഭയങ്കര ക്യൂട്ടാണല്ലോ. ഞാൻ കുറേ നേരം ഈ സാധനം ടി വിയിലിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ ഭയങ്കര ക്ലോസ് ടു ഹേർട്ട് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. കുറേ നാളത്തേക്ക് ഇങ്ങനെയായിരിക്കും ഡിസൈൻ. ഇനി ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ ഡിസൈൻ. അതിനെ പറ്റിയുള്ള കമൻസ് ഇടാം. ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി പറയാൻ പോകുന്നത് വെൽക്കം കോട്ടാണ്, നമ്മുടെ ഹുക്ക്. എനിക്ക് തോന്നുന്നു എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഈ ഹുക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരുടെ ഓഡിയൻസിനെ ഈ ചാനലിൽ മാത്രമല്ല കേട്ടോ, ആക്ച്വലി വീഡിയോസ് വ്ളോഗിങ് മാത്രമല്ല, കണ്ടന്റ്, അതായത് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന എല്ലാവർക്കും ഒരു ഹുക്ക് ഉണ്ട്. നമ്മൾ ആദ്യം, അതായത് ഈവൻ ഞാനാണെങ്കിലും നമ്മൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോ ഇൻട്രസ്റ്റഡ് ആവണോ എന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഹുക്ക്. എൻ്റെ ഹുക്ക് ഈസ് എൻ്റെ വെൽക്കം നോട്ട് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പറയാൻ പോകുന്ന വെൽക്കം നോട്ട് കൊണ്ടായിരിക്കും ഇനി എല്ലാ വീഡിയോസും തുടങ്ങുക. ബട്ട് വി വിൽ എൻഡ് ദിസ് വീഡിയോ ഇൻ ദാറ്റ് വെൽക്കം നോട്ട്. ആൻഡ് ഹിയർ വി ഗോസ്. Welcome to a brand new episode of Extrovert Mallu, none other than Patti Show. Enjoy the video. Share it to everyone. And here we start. വീണ്ടും സന്ധിക്കും വരെ വണക്കം. Bye.